ഡോക്ടറുടെ ഒപ്പിഡിൽ എത്തുന്നത് ഏകദേശം ഒരു ഏജ് റേഞ്ച് പറയുകയാണെങ്കിൽ ഏത് ഏജിലുള്ള ആൾക്കാരാണ്? ഓക്കെ, ഞാനിപ്പോൾ അഡൽട്ട് സൈക്യാട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. 16 വയസ്സും അതിന് മേലെ. ഓക്കെ, ചൈൽഡ് ഞാൻ കുവൈത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കുവൈത്തിൽ 16 ഇയേഴ്സിൻ്റെ താഴെ ചൈൽഡ് ആൻഡ് അഡോളസെൻ്റ്, 16 മേലെയാണ് അഡൽട്ട് സൈക്യാട്രി എന്ന് പറയുന്നത്. മോർ ദാൻ 60, 60 വയസ്സിന് മേലെ ജീറിയാട്രിക് സൈക്യാട്രി, ഇങ്ങനെയാണ് വിഭജിച്ചിരിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ അഡൽട്ട് സൈക്യാട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് കൂടുതൽ കാണുന്ന ഒരു ഏജ് ഒരു 40ക്ക് മുമ്പ്, 40ക്ക് ശേഷം അങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാ പ്രായത്തിലും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അവര് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഡോക്ടർ വന്ന് കാണുന്നില്ല എന്നല്ല, അവർ വന്ന് കാണുന്നുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നീട് നമ്മുടെ സ്ത്രീകളുടെ പ്രശ്നം എടുക്കുകയാണെങ്കിൽ അവർക്ക് ഡെലിവറി കഴിയുമ്പോൾ തൊട്ട് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഉണ്ടാവുന്നുണ്ട്. അവരുടെ മൊത്തത്തിൽ അവരുടെ മാനസികമായിട്ടുള്ള ആരോഗ്യനില ചേഞ്ച് ആവുന്നുണ്ട്. അതിൻ്റെ റീസൺസ്? ഓക്കെ, നമ്മൾ പ്രഗ്നൻസി സമയത്ത്, ഗർഭമായിരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ ഹോർമോൺസ് വല്ലാതെ കൂടും, പലതരത്തിലെ മാറ്റങ്ങൾ വരും. പെട്ടെന്ന് നമ്മൾ ഡെലിവറി കഴിയുന്ന സമയത്ത് ഈ ഹോർമോൺ പെട്ടെന്ന് താഴോട്ട് പോവാണ്. ഓക്കെ, അങ്ങനെയുള്ള സമയത്ത് കൂടുതലായിട്ട് കണ്ടുവരുന്ന സ്ത്രീകളിൽ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ, പോസ്റ്റ്പാർട്ടം ബ്ലൂ, പോസ്റ്റ്പാർട്ടം സൈക്കോസിസ്, 3 ആയിട്ടാണ് തലതിരിക്കുന്നത്, നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഏറ്റവും കോമൺ ആയിട്ടുള്ളതാണ് പോസ്റ്റ്പാർട്ടം ബ്ലൂ. അത് 80% സ്ത്രീകളിലുണ്ട്. 80%, 20% സ്ത്രീകളിൽ ഇല്ല, ബാക്കി 80%. എത്ര നാളെന്നുണ്ടോ? 1 മാസം വരെയാണ് സാധാരണ നീണ്ടു നിൽക്കുക. പോസ്റ്റ്പാർട്ടം ബ്ലൂ സാധാരണ നിങ്ങൾക്കറിയാലോ, കുട്ടി ജനിക്കുന്ന സമയത്ത് നമ്മൾ ഉറക്ക് ഡിസ്റ്റർബ് ആവും, കുട്ടികളെ കരച്ചിൽ, പുതിയൊരു മെമ്പർ നമ്മൾ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത് അമ്മയാണ്. ഇങ്ങനെയുള്ള കുറച്ച് സ്ട്രെസ്സൊക്കെ കാരണം അവർ ഉറക്കമില്ലായ്മ, അതേപോലെ പെട്ടെന്ന് കരച്ചിൽ വരിക, ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളായിരിക്കും ഈ പോസ്റ്റ്പാർട്ടം ബ്ലൂ. അത് വലിയ പ്രശ്നമാക്കേണ്ട കാര്യമല്ല. നമ്മൾ ഫാമിലിൻ്റെ സപ്പോർട്ട് അല്ലെങ്കിൽ നമ്മൾ കൂടെയുള്ള പാർട്ട്ണറിൻ്റെ സപ്പോർട്ടുകൊണ്ട് അത് ഓക്കെ ആവും. പക്ഷേ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇന്ന് പ്രഗ്നൻസിയിൽ ആഫ്റ്റർ ഡെലിവറി ഈ വിഷാദ രോഗം വന്നു കഴിഞ്ഞാൽ സിവിയർ ആയിരിക്കും. ലൈക്ക് അവർക്ക് എപ്പോഴും ദുഃഖം, കുട്ടികളുടെ കാര്യം ശ്രദ്ധിക്കില്ല. അവർ എത്രത്തോളം സിവിയറാന്ന് പറഞ്ഞാൽ ഞാൻ മരിക്കാം, പക്ഷേ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുട്ടീനെ നോക്കാൻ ആരുമില്ല, അപ്പം ഞാൻ എൻ്റെ കുട്ടീനെ അവസാനിപ്പിച്ചതിന് ശേഷം ഞാൻ മരിക്കാം, ഇങ്ങനെയുള്ള ചിന്തയിലേക്ക് വരെ പോവാം. ഇതാണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ. 10 മുതൽ 12% വരെ സ്ത്രീകൾ ഇത് കാണും. ലാസ്റ്റാണ് പോസ്റ്റ്പാർട്ടം സൈക്കോസിസ്. 1% സ്ത്രീകൾ, ഏറ്റവും സിവിയർ ആയിട്ടുള്ളൊരു കണ്ടീഷൻ. അവർക്ക് ഈ പറഞ്ഞ ചിത്തഭ്രമത്തിൻ്റെ കുറേ കാര്യങ്ങൾ കൂടെ ഇതിൽ വരാം. ലൈക്ക് അവർ ചെവിയിൽ ശബ്ദങ്ങൾ കേൾക്കുക, ഇല്ലാത്ത കേൾക്കുക, എൻ്റെ കുട്ടീനെ ആരോ അപായപ്പെടുത്താൻ വരുന്നു, അല്ലെങ്കിൽ എന്നെ പറ്റി ആരൊക്കെയോ സംസാരിക്കുന്നു, എൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാരൊക്കെ എന്നെ പറ്റി സംസാരിക്കുകയാണ്, ഇങ്ങനെയുള്ള കുറേ തോന്നലൊക്കെ. നമ്മൾ കൃത്യമായി ഡോക്ടറിൻ്റെ അടുത്ത് ഇവയ്ക്ക് എല്ലാത്തിനും തന്നെ പരിഹാരങ്ങളില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ ഇടയ്ക്ക് എത്ര ആൾക്കാരാണ് സൂയിസൈഡ്, കുട്ടികളെ കൊന്നു. ശരിക്കും ഇങ്ങനെയുള്ള ന്യൂസ് നിങ്ങൾ, അത് വീട്ടുകാരുടെ അവയർനെസ് ഇല്ലായ്മയാണോ? അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? കാരണം ഇങ്ങനെ അറിയാമെങ്കിൽ, ഇങ്ങനെ അറിയാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില ആൾക്കാർക്ക് അറിയുന്നുണ്ടാവില്ല ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത്. അറിയാത്തതിനെ കുറിച്ച് മാമ ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? അല്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം നിങ്ങൾ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുവാണെങ്കിൽ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം, കുട്ടിയെ ശ്രദ്ധിക്കണില്ല, അല്ലെങ്കിൽ കുട്ടികളെ ശ്രദ്ധിക്കുന്നില്ല, എപ്പോഴും കരച്ചില്, അതുപോലെ എപ്പോഴും ഒന്നിനോട് താല്പര്യമില്ലാതെ ഇങ്ങനെ ഇരിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, പെട്ടെന്ന് ദേഷ്യം വരാം, അതേപോലെ ഉറങ്ങാതിരിക്കുക, ഭക്ഷണം കഴിക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ എന്തായാലും നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റോ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തോ കൊണ്ട് കാണിക്കും. പിന്നീട് നമ്മൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ സ്ത്രീകളുടെ മെനോപോസ്, ആ സമയങ്ങളും സ്ത്രീകൾ കുറെ വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അവരെ കുറിച്ച് കൂടി ഒന്ന് വിശദീകരിക്കാമോ? ഓക്കെ, മാസമുറ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, ഒരു 50-54, 50 മുതൽ 54 വയസ്സിൻ്റെ ഒരു സമയത്താണ് സാധാരണ മാസമുറ നിൽക്കുന്ന ഒരു പ്രായം എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് കുറേ മാറ്റങ്ങൾ, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ റിട്ടയർമെന്റ് ചെയ്യുന്ന ഒരു സമയം, കുട്ടികൾ കല്യാണം കഴിച്ചു പോകുന്ന സമയം, പലതരത്തിലുള്ള റെസ്പോൺസിബിലിറ്റി, പേരക്കുട്ടികളൊക്കെ നോക്കേണ്ട റെസ്പോൺസിബിലിറ്റി, അങ്ങനെ കുറേ റെസ്പോൺസിബിലിറ്റി ഉണ്ടാകുന്ന സമയം, ഹോർമോണൽ പെട്ടെന്ന് കുതിച്ച് അങ്ങ് സ്റ്റോപ്പ് ആവുന്ന, ഡൗൺ ആവുന്ന ടൈം, അങ്ങനെ കുറേ മാറ്റങ്ങൾ, അല്ലെങ്കിൽ പ്രഷർ, ഷുഗർ, ഇങ്ങനെ പ്രമേഹം, BP, അങ്ങനെയുള്ള ശരീരത്തിലെ മാറ്റങ്ങൾ, പ്രായമാവുന്നതിൻ്റെ മാറ്റങ്ങൾ, ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രായമാണ്. അപ്പം ഈ ഒരു സമയത്ത് ഈ പറഞ്ഞ വിഷാദ രോഗങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ശരീരത്തിൽ ഈ പോസ്റ്റ് മെനോപോസൽ സിംറ്റം എന്ന് പറയും, ശരീരത്തിൽ ചൂട് കയറുക, ഇതുപോലെ ഇങ്ങനെ ശരീരത്തിലെ ഒരു അവിടെ വേദനകൾ, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ നിങ്ങൾ ഗൈനക്കോളജിസ്റ്റിനെ കൊണ്ട് കാണിക്കാം. ഗൈനക്കോളജി ചിലപ്പോൾ ഹോർമോണൽ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കും. അവർക്ക് മാറ്റം വരുന്നില്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിനെ റെഫർ ചെയ്യും. അപ്പോൾ ഡോക്ടർ, ഇപ്പം നമുക്ക് 3 തരം അസുഖങ്ങളെ കുറിച്ച് ഡോക്ടർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി ഏതൊക്കെ തരം പേഷ്യൻസ് ആണ് എത്താറുള്ളത്?
ഓക്കെ, സ്കിസോഫ്രീനിയ ഓൾറെഡി പറഞ്ഞു, ചിത്തഭ്രമം ഓൾറെഡി പറഞ്ഞു. പിന്നുള്ളത് ബൈപ്പോളർ ഡിസോർഡർ. അതെന്താണ്? ബൈപ്പോളർ ഡിസോർഡർ എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലാണ് ഇമോഷൻസ് ഉള്ളത്. നമ്മൾ മാനസികാവസ്ഥ ചിലപ്പം കൊല്ലത്തിൽ 1-2 പ്രാവശ്യമായിട്ടായിരിക്കും വരിക. ബാക്കിയുള്ള സമയത്ത് അവർ ഒരു കുഴപ്പമില്ല. ഓക്കെ, ചില അവസരങ്ങളിൽ അവർ ഡിപ്രസ്ഡ് ആവാം. ഡിപ്രഷന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാവാം. വളരെ സാഡായിരിക്കും. ഓക്കെ, ഒന്നിനോടും താല്പര്യമില്ല, എന്താ പറയുക, ഒരു സന്തോഷമില്ലാത്ത അവസ്ഥ, ഇങ്ങനെയുള്ളൊരവസ്ഥ. അതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ്, അതിന്റെ നേരെ ഹാപ്പി ആയിരിക്കും, ഭയങ്കര ഹാപ്പി, ഭയങ്കര സന്തോഷം, കൂടുതലായിട്ട് സംസാരിക്കുക, എന്താ പറയാ, കൂടുതലായിട്ട് പൈസ ചെലവഴിക്കുക, ഞാൻ പലതും ചെയ്യണം, പുതിയ കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെയുള്ളൊരു വലിയ വലിയ ചിന്തകൾ. അതേപോലെ ഇതിന്റെ സിവിയർ കൂടുതലായിട്ട് രൂക്ഷിക്കുന്ന സമയത്ത് ഞാൻ ദൈവമാണ്, എനിക്കൊരു പവർ കിട്ടിയിട്ടുണ്ട്, ഇങ്ങനെയുള്ള ഇതൊക്കെയാണോ ആൾ ദൈവങ്ങൾ? ഞാൻ അങ്ങനെ പറയാം, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷെ ഇങ്ങനെ വരാം. ഇത് ഡിപ്രഷന്റെ എക്സാക്ട് വിപരീതം. പക്ഷെ ഇവരെങ്ങനെയാണ് ഇത് അറിയുക? അത് മറ്റുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, കാരണം ഹൈപ്പോമാനിയ എന്ന് പറയുന്നത് കുറച്ചും കൂടി ലെസ് സിവിയർ ഫോമാണ്. നമ്മൾ ബൈപ്പോളാറിനെ തന്നെ രണ്ടായിട്ട് വിഭജിക്കും, ബൈപ്പോളർ 1, ബൈപ്പോളർ 2. ബൈപ്പോളർ 1 എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഡിപ്രഷനും മാനിയ രണ്ടും എക്സ്ട്രീം ഓപ്പോസിറ്റ്. പക്ഷെ ബൈപ്പോളർ 2 എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ബൈപ്പോളർ 1ഉം ഹൈപ്പോമാനിയ. ഹൈപ്പോമാനിയ എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു സ്വയമായിട്ടൊരു നല്ലൊരു ഫീലിംഗ്, അത് ചിലപ്പം ആരും ശ്രദ്ധിക്കണം എന്നില്ല. ഒരു ഈ പറഞ്ഞ പോലെ ഈ മാനിയന്റെ ചെറിയൊരു താഴോട്ട്, അത് എല്ലാവരും നോട്ടീസ് ചെയ്യണമെന്നില്ല. നമുക്ക് തന്നെ സ്വയമായിട്ടൊരു സന്തോഷം അല്ലെങ്കിൽ നല്ലൊരു ഫീലിംഗ്, ഗുഡ് ഫീലിംഗ് ആയിരിക്കും ഹൈപ്പോമാനിയന്റെ സമയത്ത്. ഓക്കെ, പിന്നീട് നമ്മൾ വേറെ എന്തൊക്കെയാണ്? നമ്മൾ ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ചോദിക്കുന്ന ഒരു കാര്യമാണ്. മിക്ക മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന വ്യക്തികൾ ഒട്ടും ഉറക്കമില്ല എന്ന് പറഞ്ഞു വരാറുണ്ട്. ഈ ഉറക്കവും മാനസികാരോഗ്യവും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓക്കെ, ഉറക്കം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. നമ്മളെ ബ്രെയിനിനെ റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെക്കാനിസം. നമ്മൾ ഈ തലച്ചോറ് റെസ്റ്റ് ചെയ്യണം, നമ്മുടെ ശരീരത്തിന് റെസ്റ്റ് വേണം, നമ്മുടെ തലച്ചോറിന് റെസ്റ്റ് വേണം. അപ്പോൾ ഉറക്കമാണ് നമ്മൾ തലച്ചോറിന് റെസ്റ്റ് കൊടുക്കുന്ന കാര്യം. അപ്പം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ മാത്രമല്ല മനസ്സിനും കുറേ മാറ്റങ്ങൾ വരും. നമ്മൾ തലച്ചോറിൽ പ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കും. ഹൃദയത്തിന് ഉറക്കം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമ്മൾ മെമ്മറി, ലോങ് ടേം മെമ്മറി എന്ന് പറയും, നമ്മൾ ഓർമ്മ ശക്തി കൂട്ടാൻ ഉറക്കം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ശ്രദ്ധ കൂടാൻ, കോൺസെൻട്രേഷൻ കൂടാനൊക്കെ ഉറക്കം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ മാനസികമായിട്ടുള്ള വെൽബീയിങ് എന്ന് വെച്ചാൽ ഒരു സ്ട്രെസ്സൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഉറങ്ങിയില്ലെങ്കിൽ നമ്മൾ ആ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല, ആ മാനസിക സമ്മർദ്ദം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല ഉറങ്ങിയില്ലെങ്കിൽ. അപ്പം നമുക്ക് ഇപ്പം ചോദിക്കുക എന്തുകൊണ്ടാണ് ഈ ഉറക്കക്കുറവ്? അപ്പം രണ്ടും കണക്റ്റഡ് ആണ്. ഉറക്കക്കുറവ് കാരണം മാനസിക ബുദ്ധിമുട്ട് വരാം, മാനസിക ബുദ്ധിമുട്ട് കാരണം ഉറക്കക്കുറവ് വരും. രണ്ടും എന്താണ് എക്സാക്ട് കോസ് ഇപ്പോഴും റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഉറക്കം വെരി ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് തരത്തിൽ വരാം, പ്രൈമറി ഇൻസോംനിയ, സെക്കൻഡറി ഇൻസോംനിയ. പ്രൈമറി ഇൻസോംനിയ എന്ന് പറഞ്ഞാൽ ഒരു കാരണവുമില്ല, ശാരീരിക കാരണങ്ങളില്ല, മാനസിക കാരണങ്ങളില്ല, അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഇതാണ് പ്രൈമറി ഇൻസോംനിയ. സെക്കൻഡറി ഇൻസോംനിയ എന്ന് പറയുമ്പോൾ മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള കാരണം കൊണ്ട് അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. മാനസിക കാരണം എന്ന് പറയുമ്പോൾ ഏതും വരാം, ഉത്കണ്ഠ, ഡിപ്രഷൻ, സ്കിസോഫ്രീനിയ, ബൈപ്പോളർ ഡിസോർഡർ, അങ്ങനെ ഏത് അസുഖം കാരണം ഉറങ്ങാതിരിക്കുക. അല്ലെങ്കിൽ തൈറോയ്ഡ് പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് ഉറങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ടാവാം, ഡയബറ്റിക് ആയിട്ടുള്ള പ്രമേഹമുള്ള ആൾക്കാർക്ക് ഉറങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ടാവാം. ഇതൊക്കെ മെഡിക്കൽ കോസസ്. പിന്നെ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്നൊക്കെ പറയും. ഈ കണ്ടീഷൻസ് ഒക്കെ ഉറങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ടാക്കാം. അത് നോർമൽ ലങ്സിന്റെ ഇഷ്യൂ ആയിട്ട് നമ്മൾ ഈ ഒരു ഏരിയയിൽ തടി കൂടുതൽ ആൾക്കാർക്ക് കാണുന്നൊരു ബുദ്ധിമുട്ടാണ്.